ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. നമ്മൾ ഇന്നത്തെ ക്ലാസ് 1ാം ക്ലാസ്സിലെ കൂട്ടുകാരുടെ മാത്സിന്റെ ഓണപരീക്ഷ ചോദ്യങ്ങളാണ്. നമുക്ക് വരാൻ പോകുന്ന ഓണപരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ക്ലാസ് ആണ്. നമ്മൾ കുറച്ച് ദിവസം കൂടെ കഴിഞ്ഞ് നമുക്ക് ഓണപരീക്ഷ വരാൻ പോവാണ് അല്ലേ. അപ്പോൾ എല്ലാവർക്കും നന്നായിട്ട് ഓണപരീക്ഷ എഴുതാൻ പറ്റണ്ടേ, നമ്മുടെ ക്വാർട്ടർലി എക്സാം എഴുതാൻ പറ്റണ്ടേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഈ ക്ലാസ് മുഴുവനായി കാണുക. നിങ്ങൾക്ക് ഫുൾ മാർക്ക് തീർച്ചയായിട്ടും കിട്ടും. നമ്മുടെ ടോപ്പേഴ്സ് വേൾഡ് കാണുന്ന എല്ലാവർക്കും ഫുൾ മാർക്ക് കിട്ടട്ടെ. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ മാത്സിന്റെ ചോദ്യപേപ്പർ എന്താണെന്ന് നോക്കാം. മാത്സ് മാത്രമല്ല, നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ സബ്ജക്റ്റിന്റെ ക്ലാസ്സുകളും നമ്മുടെ ടോപ്പേഴ്സ് വേൾഡ് അവൈലബിൾ ആണ് കേട്ടോ. അതുപോലെ ഫസ്റ്റത്തെ 2 ചാപ്റ്റേഴ്സിന്റെ ക്ലാസ് തീർച്ചയായും കണ്ടു നോക്കുക. ടെക്സ്റ്റ് ബുക്കിന്റെ ക്ലാസ് തീർച്ചയായും കാണുക, നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, ഫസ്റ്റ് ആക്ടിവിറ്റി എന്താണെന്ന് നോക്കാം. ഫസ്റ്റത്തെ കളർ ചെയ്യണതാണ്. കുഞ്ഞുണ്ണി ആൻഡ് കുഞ്ഞാറ്റ പെയിന്റ് ദ പ്ലേ ഹൗസ്, ഗീവ് കളർ ടു ദ പ്ലേ ഹൗസ്. ഇവിടെ കാണുന്ന പ്ലേ ഹൗസിലേക്ക് കളർ കൊടുക്കാനാണ് പറയുന്നത്. എപ്പോഴും ഫസ്റ്റ് വരുന്ന ചോദ്യം എന്ന് പറയുന്നത് നമുക്ക് ഗ്രേഡ് ഒന്നും ഉണ്ടാവില്ല, ഗ്രേഡിംഗ് ഒന്നും ഉണ്ടാവില്ല. നമുക്ക് കളർ മാത്രം ചെയ്യുന്ന ഒരു പ്രവർത്തനമായിരിക്കും. അതിന് ഗ്രേഡ് ഒന്നും ഉണ്ടാവില്ല. അതായിരിക്കും ഫസ്റ്റ് എക്സാമിൽ ഫസ്റ്റ് കാണുന്ന പേജിൽ ഉണ്ടാവാറുള്ളത്. അപ്പം അത് വൃത്തിയായിട്ട് കളർ കൊടുക്കുക കേട്ടോ. ഇനി അടുത്ത ആക്ടിവിറ്റി 1, ലെറ്റ്സ് ഡ്രോ ആൻഡ് കൗണ്ട്. Kunyata draw figure of a pencil and shape on it. She gave color to the shades. കുഞ്ഞാറ്റ എന്ത് ചെയ്തൊരു പെൻസിൽ വരച്ചിട്ട് അതിനുള്ളിൽ എന്ത് ചെയ്യാൻ ഷേപ്പ് വരച്ചിരിക്കുകയാണ് അല്ലേ. അപ്പോൾ അടുത്ത ഷേപ്പുകൾ ഏതൊക്കെയാണെന്ന് വരയ്ക്കാനാണ് ഈ ക്വസ്റ്റ്യനിൽ പറയുന്നത്. ഡ്രോ ദ ഷേപ്സ് ഓൺ ദ പെൻസിൽ ആൻഡ് കളർ ഇറ്റ്. അപ്പോൾ ഈ അടുത്ത ഷേപ്പ് ഏതാണ് വരയ്ക്കേണ്ടത് അത് വരച്ച് ചേർത്തിട്ട് കളർ ചെയ്യാനാണ് പറയുന്നത്. ഇവിടെ ഏതാണ്, റെക്റ്റാങ്കിൾ ഉണ്ട്, സർക്കിൾ ഉണ്ട്, റെക്റ്റാങ്കിൾ ഉണ്ട്, സർക്കിൾ ഉണ്ട്, റെക്റ്റാങ്കിൾ ഉണ്ട്. അപ്പോൾ അടുത്ത് എന്തായിരിക്കും വരിക, സർക്കിൾ, അത് കഴിഞ്ഞാൽ റെക്റ്റാങ്കിൾ, അത് കഴിഞ്ഞാൽ വീണ്ടും സർക്കിൾ, വീണ്ടും റെക്റ്റാങ്കിൾ. അടുത്തത്, വാട്ട് ഈസ് ദ ടോട്ടൽ നമ്പർ ഓഫ് ദ ഷേപ്പ് റെക്റ്റാങ്കിൾ ഇൻ ദിസ് പിക്ചർ. ഈ ചിത്രത്തിൽ എത്ര റെക്റ്റാങ്കിൾ ഉണ്ട്, 1 2 3 4 5. എത്ര റെക്റ്റാങ്കിൾ ഉള്ളത്, 5. മനസ്സിലായല്ലോ ചോദ്യം. ഇവിടെ നമ്മൾ റെക്റ്റാങ്കിൾ പാറ്റേൺ കംപ്ലീറ്റ് ചെയ്തിട്ട് എത്ര എണ്ണം ഉണ്ട്, അതായത് ഇവിടെ റെക്റ്റാങ്കിൾ സർക്കിൾ, റെക്റ്റാങ്കിൾ സർക്കിൾ, റെക്റ്റാങ്കിൾ ആണെങ്കിൽ അടുത്തുണ്ടായിരിക്കും വരിക, തീർച്ചയായിട്ടും സർക്കിൾ ആണ് വരിക അല്ലേ. അടുത്തത് ആക്ടിവിറ്റി 2, ടു ദ ഗാർഡൻ. കുഞ്ഞാറ്റ ആൻഡ് ഹർ ഫ്രണ്ട്സ് ഡിസൈഡഡ് ടു മേക്ക് എ പൂക്കളം. കുഞ്ഞാറ്റയും അവളുടെ കൂട്ടുകാരും ചെന്നൊരു പൂക്കളം ഉണ്ടാക്കാൻ പോവാണ്. ദേ വെന്റ് ടു ദ ഗാർഡൻ. അവർ അങ്ങനെ പൂന്തോട്ടത്തിൽ പോയി. ബിഗ് ആൻഡ് സ്മോൾ ഫ്ലവേഴ്സ്. അവിടെ എന്തുണ്ടായിരുന്നു, വലുതും ചെറുതുമായ ഒരുപാട് പൂക്കൾ ഉണ്ടായിരുന്നു. ബട്ടർഫ്ലൈ ആൻഡ് ബീറ്റിൽ കെയിം ടു സക്ക് ഹണി ഫ്രം ദ ഫ്ലവർ. അങ്ങനെ ബട്ടർഫ്ലൈയും ബീറ്റിലും വണ്ടൊക്കെ വന്നിട്ട് തേൻ കുടിക്കുകയാണ് അല്ലേ. ഗീവ് യെല്ലോ കളർ ടു ദ ബിഗ് ഫ്ലവേഴ്സ് ആൻഡ് റെഡ് ടു ദ സ്മോൾ ഫ്ലവേഴ്സ്. ഇതിൽ കാണുന്ന ചെറിയ പൂക്കൾക്ക് റെഡ് കളർ ചുവപ്പും, ബിഗ് ഫ്ലവർ വലിയ പൂക്കൾക്ക് യെല്ലോ കളർ മഞ്ഞ കളറും കൊടുക്കാനാണ് പറയണത്. എന്നിട്ട് എന്ത് ചെയ്യണം, ബിഗ് ഫ്ലവേഴ്സ് എത്ര എണ്ണം ഉണ്ടെന്ന് എണ്ണീറ്റ് ഇവിടെ എഴുതുക, സ്മോൾ ഫ്ലവേഴ്സ് എത്ര ഉണ്ടെന്ന് എണ്ണീറ്റ് എഴുതുക, കൗണ്ട് ചെയ്യുക. ഇവിടെ ബിഗ് ഫ്ലവേഴ്സ് എത്ര ഉണ്ട്, 1 2 3 4. സ്മോൾ ഫ്ലവേഴ്സ് എത്ര ഉണ്ട്, 1 2 3 4 5 അല്ലേ. ബട്ടർഫ്ലൈസ് ഫ്ലട്ടേഡ് അറൗണ്ട് കുഞ്ഞാറ്റ. അങ്ങനെ പൂമ്പാറ്റകൾ കുഞ്ഞാറ്റയ്ക്ക് ചുറ്റും ഇങ്ങനെ പറക്കുകയാണ്. സി ക്വസ്റ്റ്യൻ എന്താണ്, നമ്പർ ഓഫ് ബട്ടർഫ്ലൈസ് ഇൻ ഫ്രണ്ട് ഓഫ് കുഞ്ഞാറ്റ. കുഞ്ഞാറ്റയ്ക്ക് ഫ്രണ്ടിൽ എത്ര ബട്ടർഫ്ലൈ ഉണ്ട്, ബാക്കിലല്ല ഫ്രണ്ടിൽ എത്ര ബട്ടർഫ്ലൈ ഉണ്ട്, 1 2 3. അടുത്തത് 3ാമത്തെ ആക്ടിവിറ്റി, ലെറ്റ്സ് പ്ലേ വിത്ത് ബോൾസ്. മാച്ച് ആൻഡ് ഡ്രോ ടു ദ സെയിം നമ്പർ. ഇവിടെ കുറച്ച് കുട്ടികളുണ്ട്, ഇവിടെ ബോൾസ് ഉണ്ട് അല്ലെ. അപ്പൊ സെയിം നമ്പർ, ഒരേ നമ്പറിന് എന്ത് ചെയ്യാൻ, മാച്ച് ചെയ്യാനാണ് പറയുന്നത്. ഇവിടെ എത്ര കുട്ടികളുണ്ട്, 1 2 3. ഇവിടെ 3 ബോൾസ്, ഇതാ 1 2 3. അപ്പൊ ഇത് എന്ത് ചെയ്യുക, ഒരേ സംഖ്യക്ക് ഒരേ നമ്പറിന് മാച്ച് ചെയ്യുക. അടുത്തത് 1 2 3 4 5. ഇവിടെ 5 ബോൾസ്, 1 2 3 4 5. അടുത്തത് 1 ഒരു കുട്ടിയുള്ളൂ, അപ്പൊ ഒരു ബോൾ. അടുത്തത് 4 കുട്ടികളുണ്ട്, 4 കുട്ടികളുണ്ട്, 1 2 3 4, 4 ബോൾസ്. അടുത്തത് 2 കുട്ടികൾ, അപ്പൊ 2 ബോൾ. അടുത്തത് ആക്ടിവിറ്റി 4, ലെറ്റ്സ് ഡ്രോ ഫ്ലവേഴ്സ്. പുട്ട് 6 ഫ്ലവേഴ്സ് ഇൻ ഈച്ച് ബാസ്ക്കറ്റ്. ഓരോ ബാസ്ക്കറ്റിലും 6 പൂക്കൾ വീതമാണ് വേണ്ടത്. അപ്പൊ ഒന്നാമത്തെ ബാസ്ക്കറ്റ് നോക്കൂ, നമ്പർ ഓഫ് ഫ്ലവേഴ്സ് ഇൻ ദ ബാസ്ക്കറ്റ്. ബാസ്ക്കറ്റിനകത്ത് എത്ര ഫ്ലവർ ഉണ്ട്, 6. നമ്പർ ഓഫ് ഫ്ലവേഴ്സ് ഡ്രോൺ, എത്ര ഇനി വരച്ച് ചേർക്കണോ, ആകെ 6 പാടുള്ളൂ. ഇനി അപ്പൊ ഡ്രോ ചെയ്യണോ, വേണ്ട, അപ്പൊ 0. അടുത്തത് നമ്പർ ഓഫ് ഫ്ലവേഴ്സ് ഇൻ ദ ബാസ്ക്കറ്റ്. ഈ ബാസ്ക്കറ്റ് എത്ര ഫ്ലവർ ഉണ്ട്, 1 2. നമ്പർ ഓഫ് ഫ്ലവേഴ്സ് ഡ്രോൺ, അപ്പൊ എത്ര വരയ്ക്കണം, 6ന്ന് 2 മൈനസ് ചെയ്യുക, എത്ര 4. അടുത്തത് നമ്പർ ഓഫ് ഫ്ലവേഴ്സ് ഇൻ ദ ബാസ്ക്കറ്റ്. ബാസ്ക്കറ്റിൽ എത്ര ഫ്ലവർ ഉണ്ട്, 1 2 3 4. അപ്പൊ എത്ര ഫ്ലവർ കൂടെ വരയ്ക്കണം, 6ന്ന് 4 മൈനസ് ചെയ്യുക, എത്ര വരയ്ക്കണം, 2.
അടുത്തത് നമ്പർ ഓഫ് ഫ്ലവേഴ്സ് ഇൻ ദ ബാസ്കറ്റ്. ബാസ്കറ്റിനകത്ത് എന്തെങ്കിലും ഫ്ലവർ ഉണ്ടോ? ശരിക്കും നമ്മളിവിടെ 1 ആണ് എഴുതിയിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഫ്ലവർ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. അപ്പൊ ഇവിടെ എന്ത് ചെയ്യണം? നമ്മൾ 0 കൊടുക്കണം കേട്ടോ. ഇവിടെ 0 കൊടുക്കണം. ഈ 1 അല്ല എഴുതേണ്ടത്, 0 എന്ന് കൊടുക്കണം. എന്തെഴുതുക? ഇത് 0 ആക്കുക കേട്ടോ. അപ്പോൾ നമ്പർ ഓഫ് ഫ്ലവേഴ്സ് ഡ്രോൺ. അപ്പൊ എത്ര ഫ്ലവേഴ്സ് നമ്മൾ വരയ്ക്കണം? 6 വരയ്ക്കണം അല്ലെ? 6 ഫ്ലവേഴ്സ് നമ്മൾ വരയ്ക്കണം. ഇതുപോലെ വരച്ച് ചേർക്കുക. ഇവിടെ 5 ആയിരിക്കില്ല. അപ്പൊ ഇവിടെ എന്ത് എഴുതണം? 6 ആക്കുക. അടുത്തത് ലാസ്റ്റ് ആക്ടിവിറ്റി, ആക്ടിവിറ്റി 5. ലെറ്റ്സ് ഫൈൻഡ് ദ വേ. ലെറ്റ്സ് ഫൈൻഡ് ദ വേ. Show the way for the little butterfly to reach her mother. Go through the consecutive. എന്ന് വെച്ചാൽ തുടർച്ചയായിട്ടുള്ള സംഖ്യകളെയാണ് കോൺസിക്യൂട്ടീവ് നമ്പേഴ്സ് എന്ന് പറയുക. അപ്പൊ ബട്ടർഫ്ലൈക്ക് ബട്ടർഫ്ലൈയുടെ അമ്മ പൂമ്പാറ്റയുടെ അടുത്തെത്തണം അല്ലെ? അപ്പൊ ഇവിടെ എന്ത് ചെയ്യണം? ചില സംഖ്യകൾ, ചില നമ്പേഴ്സ് വിട്ടു പോയിട്ടുണ്ട്. അത് എന്ത് ചെയ്യണം? ആ നമ്പേഴ്സ് എഴുതിയിട്ട് തുടർച്ചയായിട്ട് 1 2 3 അങ്ങനെ തുടർച്ചയായിട്ട് നമ്പേഴ്സിലേക്ക് വരച്ചു ചേർക്കുക കേട്ടോ. ഇവിടെ ഏതൊക്കെ സംഖ്യകളില്ല? 1 ഉണ്ട്, 2 ഉണ്ട്, 3 ഉണ്ട്, 4 ഉണ്ടോ? ഇല്ല. 5 ഉണ്ട്, 6 ഉണ്ട്, 7 ഉണ്ടോ? ഉണ്ട് അല്ലെ? 8 ഇല്ല, 9 10 ഇല്ല. എന്ത് ചെയ്യുക? 1 2 3 എന്ന് പറഞ്ഞിട്ട് വരച്ചു ചേർക്കുക. 4 5 6 7 8 9 10. 5 ആക്ടിവിറ്റീസേ ഉള്ളൂ. എല്ലാവർക്കും ക്ലാസ് ഇഷ്ടമായില്ലേ? ക്ലാസ് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക കേട്ടോ. ഇവിടെ ലാസ്റ്റ് ഒരു ചോദ്യമുണ്ട്, ഡ്രോ ദ നെക്സ്റ്റ് പാരറ്റ് ഫിഗർ. ഇവിടെ 2 എണ്ണം ഉണ്ട്, ഇവിടെ 4 എണ്ണം ഉണ്ട്, അടുത്ത 6 എണ്ണം. ഇവിടെ എത്ര എണ്ണം ഉണ്ടാവണം? 8 എണ്ണം വരയ്ക്കണം അല്ലേ? ഇതുപോലെ 8 എണ്ണം വരയ്ക്കുക. അപ്പൊ എല്ലാ കൂട്ടരും ക്ലാസ് ഇഷ്ടമായില്ലേ? ക്ലാസ് ഇഷ്ടമാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്തിട്ട് നമ്മുടെ കൂട്ടുകാർക്ക് കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ചാനൽ ആദ്യമായി കാണുകയാണ്, ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാ സബ്ജക്റ്റിന്റെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും കാണുക. എക്സാം മുമ്പായിട്ട് എല്ലാം കാണുക. ക്ലാസ്സിൽ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക കേട്ടോ. താങ്ക് യു.